ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പം നമ്മുടെ ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് ഇത് ഓണം പരീക്ഷ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷയിലും 5ാം ക്ലാസ്സിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ഇതൊക്കെ എന്താ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പഠിച്ച രീതിയിലല്ല മിസ് പറഞ്ഞുതരാൻ പോകുന്നത്, ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു നോട്ടും പെന്നും ഒക്കെ എടുത്തിരുന്നോളാം. മിസ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് എപ്പോഴും നമുക്ക് പിക്ചർ തന്നിട്ട് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സെന്റൻസുമായി ബന്ധപ്പെട്ടിട്ട് മാച്ച് ദ ഫോളോയിങ്ങോ വേറെ എന്തെങ്കിലും ബോക്സിൽ വേറെ എന്തെങ്കിലും എഴുതാനോ അങ്ങനെ പല രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെന്റൻസ് മേക്കിംഗ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന്. അതായത് ഓരോ ഭാഗവും കണ്ടിട്ട് പിക്ചർ കണ്ടിട്ട് മക്കൾക്ക് ഇതെന്താണ്, ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മക്കൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഓരോ കാര്യങ്ങളും യഹ് താലാബ് ഹേ, ഇത് കുളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഇത് കുളമാണ്. ഇതൊരു സെന്റൻസ് അല്ലേ. കുളം കണ്ടിട്ട് മക്കൾ എഴുതാണ്, പോണ്ട് കണ്ടിട്ട് മക്കൾ എഴുതാണ് എന്ത്, യഹ് താലാബ് ഹേ, ഇത് കുളമാണ് എന്നുള്ള കാര്യം അല്ലേ. അതേപോലെ നമ്മൾ എന്താണ്, ഇവിടെ ഒരു കൊരങ്ങൻകുട്ടൻ ഉണ്ട്. കൊരങ്ങൻകുട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഹിന്ദിയിൽ എഴുതാ, യഹ്, ഇത് എന്ന് പറഞ്ഞാൽ യഹ് എന്നാണ്. ഇത് ബന്ദർ എന്ന് പറയുന്ന വാക്ക് മക്കൾക്ക് അറിയാം, ബന്ദർ. പിന്നെന്താ നമ്മൾ എഴുതുന്നത്, ഹേ, ഇത് ബന്ദറാണ്, ഇത് കുരങ്ങനാണ്. അതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസ് മക്കൾക്ക് എഴുതാൻ അറിയുന്നുണ്ടാവും. പക്ഷെ മിസ് ഉണ്ടല്ലോ പറയുന്നത് ഈ വലിയ സെന്റൻസ് എങ്ങനെ എഴുതും എന്നുള്ള കാര്യമാണ് ഇതിൽ. ഇതേ സാധനം ഇതേ പിക്ചർ ചിലപ്പോൾ മക്കൾക്ക് തരും, എന്നിട്ട് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. നോക്കാ, മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ. മരത്തിന് മുകളിൽ ആരുണ്ട്? അപ്പൊ മക്കൾ പറയുന്നത് മരത്തിന് മുകളിൽ കുരങ്ങനുണ്ട് എന്ന് പറയാറില്ലേ. ഇങ്ങനെയുള്ള സെന്റൻസ് ഹിന്ദിയിൽ സ്വന്തമായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. അതിന് മക്കൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. ഒന്ന് ഊപ്പർ. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. എന്താണ്? മുകളിൽ. ഇനി നീച്ചെ എന്ന് വെച്ചാൽ എന്താണ്? താഴെ എന്നുള്ള അർത്ഥമാണ്. താഴെ എന്നുള്ള അർത്ഥമാണ്. അന്തർ എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. അന്തർ എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതും എൻ്റെ മക്കൾ എഴുതി. ഇനി എന്താണ്? ബാഹർ. ബാഹർ എന്ന് വെച്ചാൽ എന്താണ്? പുറത്ത് എന്നുള്ള അർത്ഥമാണ്. ബാഹർ, പുറത്ത്. ഇനി വേറെ കുറച്ച് വാക്കും കൂടി ഉണ്ട്. മേ എന്ന് വെച്ചാൽ എന്താണ്? ഇൽ എന്നുള്ള അർത്ഥമാണ്. ഇൽ എന്നുള്ള അർത്ഥമാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ സ്വന്തമായിട്ട് സെന്റൻസ് മക്കൾക്ക് എഴുതാൻ പറ്റുള്ളൂ. നോക്കണേ, ഇനി മിസ് പറയുന്ന കറക്റ്റ് കേൾക്കണേ. മരത്തിന് മുകളിൽ കോൻ ഹേ, ആരുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കൾക്ക് സ്വന്തമായിട്ട് എഴുതണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക? മരത്തിന് മുകളിൽ കുരങ്ങൻ ഉണ്ട് എന്നാണ് എഴുതുക അല്ലെ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളെ, ഇതേ മിസ് എഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളെ എൻ്റെ മക്കള്. മരത്തിന് മുകളിൽ കുരങ്ങൻ ഉണ്ട് എന്നാണ് അല്ലെ. മരത്തിന് നമ്മൾ പേട് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മക്കൾക്ക് അറിയുന്നുണ്ടാവും. മരത്തിന് പേടെന്ന് പറയും, കുരങ്ങന് ബന്ദർ എന്ന് പറയും. ഇതൊക്കെ മക്കൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ സെന്റൻസ് മേക്ക് ചെയ്യാനായിരിക്കും അറിയാത്തത്. അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ് മിസ് പറഞ്ഞു തരുന്നത്. എക്സാമിന് ഇത് എല്ലാ സമയത്തും ചോദിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് എല്ലാ കാലത്തും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ടാണ് മിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ എന്ത് ചെയ്യണം, എഴുതിയെടുത്തോണം. നോക്കണേ, മരത്തിന് മുകളിൽ എന്തുണ്ടെന്നാ പറയുന്നത്? മരത്തിന് മുകളിൽ കുരങ്ങൻ ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. അതില് മരത്തിന് പേട് എന്നാണ് പറയാ, നമ്മൾ പഠിച്ചു. ഇനി മുകളിൽ എന്നുള്ളതിന് മിസ് ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇതേ ഊപ്പർ എന്നാണ്. ഊപ്പർ ഇങ്ങനെയൊക്കെ ചോദിക്കാറല്ലോ കേട്ടോ, ഊപ്പർ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? പേട് കെ ഊപ്പർ, കെ ഊപ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ മുകളിൽ എന്നുള്ള അർത്ഥമാണ്. കെ ഊപ്പർ. ബന്ദർ, കുരങ്ങിന് ബന്ദർ എന്ന് പറയുന്നു. ലാസ്റ്റ് നമ്മൾ സെന്റൻസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തിട്ട് കൊടുക്കുന്നു? ഹേ ഇട്ട് കൊടുക്കുന്നു. ഹേ ഇട്ട് കൊടുക്കുന്നു. എല്ലാ സെന്റൻസും പൂർത്തീകരിക്കുന്ന സമയത്ത് മക്കൾ ഹേ ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കണം. ഹേ ഇട്ടിട്ട് ഒരു വര ഇട്ട് കൊടുത്താലേ നമ്മുടെ സെന്റൻസ് പൂർത്തിയാവുള്ളൂ. ഇനി നോക്കാം, മിസ് ചോദിക്കുകയാണ് മരത്തിന്റെ താഴെ ആരുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. ഈ പിക്ചർ കണ്ടിട്ട് മരത്തിന്റെ താഴെ ആരുണ്ട്? അപ്പൊ മക്കൾ പറയും എന്താണ്? മരത്തിന്റെ താഴെ ഫ്രോഗ് ഉണ്ട്. എന്തുണ്ട്? ഒരു തവളയുണ്ട് എന്ന് പറയാണ്. മരത്തിന്റെ താഴെ. ഓക്കെ, മരത്തിന് പേട് എന്നാണ് പറയാന്ന് മക്കൾ എഴുതുന്നു, പേട്. ഓക്കെ, ഇനി അതിന്റെ താഴെ എന്ന് പറയാൻ വേണ്ടിയിട്ട് താഴെ എന്നുള്ളതിന് നീച്ചെ എന്നാണ് പറയാന്ന് മിസ് പറഞ്ഞു അല്ലേ. അപ്പൊ നോക്കിക്കേ, കേ നീച്ചെ. കേ നീച്ചെ എന്തുണ്ട്? മേൻ ടക് ഹേ എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, മേൻ ടക് ഹേ എന്ന് നമ്മൾ എഴുതി.
യെസ്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. മരത്തിന്റെ മുകളിൽ ആരുണ്ടെന്ന് ചോദിക്കുക, താഴെ ആരുണ്ടെന്ന് ചോദിക്കും. ചിലപ്പം അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, കറക്റ്റ് ഓരോ സെന്റൻസ് ആയിട്ട് മക്കൾ എഴുതണം. ഇനി മിസ് ചോദിക്കുകയാണ്, നമ്മുടെ കുളത്തിന്റെ ഉള്ളിൽ ആരുണ്ട്? നോക്കണേ, കുളത്തിന്റെ ഉള്ളിൽ ആരുണ്ട് എന്നാണ് ചോദിച്ചത്. കോൻ ഹേ, താലാബ് കെ അന്തർ കോൻ ഹേ എന്നാണ് മിസ് ചോദിച്ചത്. അപ്പൊ എന്റെ മക്കൾ പറയുന്നതാണ്, നിങ്ങൾ കാണുന്നത് ആരെയാണ്? ദേ ഒരു മീനിനെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ പറയും കുളത്തിന്റെ ഉള്ളിൽ മീനുണ്ട് എന്നല്ലേ പറയാ. നോക്കിക്കേ, കുളത്തിന് താലാബ് എന്നാണ് പറയാന്ന് എന്റെ മക്കൾക്ക് അറിയാം. അപ്പൊ താലാബ് എന്നുള്ളത് എഴുതി. ഉള്ളിൽ എന്നുള്ളതിന് എന്താ നമുക്ക് പറയേണ്ടത്? താലാബ് കെ അന്തർ, അന്തർ എന്ത് ഹേ നമ്മള് മച്ചലി, മീനിന് മച്ചലി എന്നാണ് പറയാന്ന് അറിയാം മക്കൾക്ക്. മച്ചലി ഹേ, താലാബ് കെ അന്തർ മച്ചലി ഹേ എന്ന് മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെന്റൻസ് മേക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ഭാഗമായിട്ട് മക്കൾ നോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ വരുള്ളൂ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഇതിന്റെ പുറത്ത് എന്തുണ്ട്, ഇതിന്റെ മുകളിൽ എന്തുണ്ട്, ഇതിന്റെ താഴെ എന്തുണ്ട്, ഇങ്ങനെയാണ് മക്കൾക്ക് ഓണം എക്സാമിനാവട്ടെ, ക്രിസ്മസ് എക്സാമിനാവട്ടെ, എല്ലാ എക്സാമിനും. ഇപ്പൊ നമുക്ക് ഓണം എക്സാം ആണ് വരുന്നത്. അതിന് വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്, ബാഹർ എന്ന് വെച്ചാൽ പുറത്താണ്, മൂപ്പർ എന്ന് വെച്ചാൽ മുകളിലാണ്, നീച്ചെ എന്ന് വെച്ചാൽ താഴെയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അതേപോലെ മേം എന്ന് പറയുന്ന സംഭവം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം? താലാബ് മേ മച്ചലി ഹേ എന്ന് നമുക്ക് പറയാം അല്ലെ. നോക്കിക്കേ, നമ്മൾ പറയാണ് കുളത്തിൽ മീനുണ്ട് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ മതിയെങ്കിൽ നോക്കിക്കേ, നമ്മൾ എഴുതും കുളത്തിന് നമ്മൾ താലാബ് എന്നാണ് പറയുന്നത്. ഓക്കെ, താലാബ്. ഇൽ എന്നുള്ളതിന് മിസ് പറഞ്ഞു എന്താണ്, മേ എന്ന് പറഞ്ഞ ആ ഒരു അക്ഷരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, താലാബ് മേ മീനുണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? മച്ചലി ഹേ. ഓക്കെ, നോക്കിക്കേ, ഹേ മസ്റ്റ് ആണേ, മച്ചലി ഹേ. ഹേ എന്തായാലും സെന്റൻസ് പൂർത്തീകരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ചെറുതായിട്ട് എന്ത് ചെയ്യണം, എന്റെ മക്കൾ എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഏത് പിക്ചർ വേണമെങ്കിലും ചോദിക്കാം. ഇതേപോലെ തന്നെ ആവണമെന്നൊന്നുമില്ല പിക്ചർ. ചിലപ്പോൾ എന്ത് ചെയ്യും, ദേ ഇങ്ങനത്തെ പിക്ചർ മക്കൾക്ക് തരും. ദേ ഇങ്ങനത്തെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ പിക്ചർ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരിക്കും? നോക്കിക്കേ, മരത്തിന്റെ മുകളിൽ ആരുണ്ട്? അപ്പൊ മക്കൾ പറയും എന്താണ്, പേട് കെ ഊപ്പർ ചിടിയാ ഹേ, അല്ലെങ്കിൽ പേടുമേ മരത്തിൽ ചിടിയുണ്ട്. ഓക്കെ, ഇത്ര മതി. അതേപോലെ വീടിന്റെ അന്തർ ആരുണ്ട്? കോൻ ഹേ അന്തർ. അന്തർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം, ഉള്ളിലാണ്. അപ്പൊ മക്കൾ പറയുന്നത് എന്താണ്, ഘർ കെ അന്തർ, കെ അന്തർ അതിന്റെ ഉള്ളിൽ ആരുണ്ട്? ലടുക്കയുണ്ട്. ചിലപ്പോ ചോദിക്കുന്നതാണ്, വീടിന്റെ പുറത്ത് ആരുണ്ട്? ഘർ കെ ബാഹർ കോൻ ഹേ. അപ്പൊ മക്കൾ പറയും എന്താണ്, വീടിന്റെ പുറത്ത് ആരെയാ കാണുന്നത്? ഡോഗിനെയാ കാണുന്നത്. നോക്കിക്കേ, വീടിന്റെ ഘർ കെ പുറത്ത് എന്നുള്ളതിന് ബാഹർ എന്ന് പറയുന്നു. ആരുണ്ട്? കുത്താ ഹേ. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ എന്റെ മക്കളെ ഞാൻ മിസ് ചോദിക്കാണ്, നിങ്ങൾ എനിക്ക് താഴെ ടൈപ്പ് ചെയ്ത് തരേണ്ട ഒരു സംഭവം ഉണ്ട്. എന്താ അറിയ തരേണ്ടത്? എന്താണ് നമുക്ക് പറയാ? യെസ്, നമ്മൾ കുളത്തിൽ ആരുണ്ട്? കുളത്തിൽ നോക്കണേ, മിസ്സിന്റെ ചോദ്യം ഇതാണ്, താലാബ് മേ കോൻ ഹേ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്റെ മക്കൾ എന്ത് എഴുതും? താലാബ് മേ കോൻ ഹേ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യും? നോക്കിക്കേ, താലാബ് മേ ഡാഷ് ഹേ എന്ന് എഴുതും അല്ലേ. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മിസ്. നോക്കിക്കേ, ഘർ കെ ബാഹർ കോൻ ഹേ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്യും? ഘർ കെ ബാഹർ ആരോ ഉണ്ട് അല്ലേ. ഇതേ ആരോ ഉണ്ട്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എനിക്ക് സെന്റൻസ് ഉണ്ടാക്കി തരണം. ഈ 2 സെന്റൻസും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മക്കൾ ഉണ്ടാക്കി നോക്കുക. ഊപ്പർ, പിന്നെന്താണ്, നീച്ചെ, ബാഹർ, അന്തർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എന്തായാലും എന്താണ് സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പം മിസ് ഇപ്പം പറഞ്ഞ വേർഡ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെന്റൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ആക്ടിവിറ്റി ഫുള്ളായിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവും. 5 മാർക്കിനൊക്കെ ഇത് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ സൂപ്പറായിട്ട് ഇത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.